ലോക ക്രിക്കറ്റിന്റെ ചരിത്രതാളുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു അവിശ്വസനീയ ബാറ്റിംഗ് വിപ്ലവത്തിനാണ് ശ്രീലങ്ക സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യ എ, ശ്രീലങ്ക എ, അഫ്ഗാനിസ്ഥാൻ എ എന്നീ ടീമുകൾ പങ്കെടുത്ത കൗമാരക്കാരുടെ ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയുടെ ഫൈനൽ മത്സരം കേവലം ഒരു കിരീട പോരാട്ടത്തിനപ്പുറം ഭാവി ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയൊരു സൂപ്പർ താരത്തിന്റെ ഉദയത്തിനാണ് വഴിയൊരുക്കിയത്. ലിസ്റ്റ് എ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന 21 വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്തുകൊണ്ട് ഇന്ത്യൻ കൗമാരതാരം വൈഭവ് സൂര്യവംശി നടത്തിയ ബാറ്റിംഗ് താണ്ഡവം കായിക ലോകത്തെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ബീഹാറിൽ നിന്നുള്ള ഈ 15-കാരന്റെ അവിശ്വസനീയ പ്രകടനം കണ്ട് ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖരെല്ലാം പ്രശംസ കൊണ്ട് മൂടുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായത് പാകിസ്ഥാന്റെ മുൻ വേഗത രാജാവ് ഷുഐബ് അക്തറിന്റെ വാക്കുകളായിരുന്നു. വൈഭവിന്റെ ബാറ്റിങ്ങിനെ വാനോളം പുകഴ്ത്തിയ അക്തർ അവനെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ 8ാം അത്ഭുതമെന്നാണ്. ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായ അക്തർ സാധാരണയായി യുവതാരങ്ങളെ ഇത്രത്തോളം പുകഴ്ത്താറില്ല. എന്നാൽ വൈഭവ് സൂര്യവംശിയുടെ ഇന്നിംഗ്സ് അദ്ദേഹത്തെ അത്രമാത്രം സ്വാധീനിച്ചുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മത്സരത്തിന് ശേഷം പ്രതികരിച്ച അക്തർ ഇങ്ങനെ പറഞ്ഞു: വൈഭവ് സൂര്യവംശി ലോകത്തിലെ 8ാം അത്ഭുതമാണ്. എന്റെ ക്രിക്കറ്റ് കരിയറിലും അതിനുശേഷവും ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, വിരാട് കോഹ്ലി കളിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ വൈഭവ് മറ്റൊരു തരത്തിലുള്ള കളിക്കാരനാണ്. വെറും 5 ഓവർ കൊണ്ട് ഒറ്റയ്ക്കൊരു മത്സരത്തിന്റെ ഗതി പൂർണ്ണമായി മാറ്റിമറിക്കാൻ അവന് കഴിഞ്ഞു. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ബൗളർമാർക്കെതിരെ ഇങ്ങനെയൊക്കെ ബാറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഭാവി ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ താരമായി മാറാൻ പോകുന്ന ആളാണ് വൈഭവ്. ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും തകർക്കാനുള്ള ശേഷി ആ കൈകളിലുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ 2 ഇതിഹാസങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറുടെയും വിരാട് കോഹ്ലിയുടെയും പേരിനൊപ്പം ഒരു 15-കാരനെ പ്രതിഷ്ഠിക്കുമ്പോൾ അവൻ സൃഷ്ടിച്ച ആഘാതം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാകും. ശ്രീലങ്ക എ ടീമിനെതിരെ ഫൈനൽ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്ന ഇന്ത്യക്ക് വേണ്ടി വൈഭവ് സൂര്യവംശി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനാണ് ക്രീസിലെത്തിയത്. എന്നാൽ സ്റ്റേഡിയത്തിൽ പിന്നീട് കണ്ടത് ഒരു കൊടുങ്കാറ്റായിരുന്നു. ലങ്കൻ ബൗളർമാരുടെ ലൈനും ലെങ്ത്തും പൂർണ്ണമായി തകർത്തുകൊണ്ട് വൈഭവ് മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്ത് അടിച്ചുകൂട്ടി. വെറും 11 പന്തുകളിൽ നിന്നാണ് താരം തന്റെ അർദ്ധ സെഞ്ചുറി തികച്ചത്. ഇതോടെ ലിസ്റ്റ് എ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ 50 നേടുന്ന താരമെന്ന ചരിത്ര റെക്കോർഡും ഈ ഇന്ത്യൻ കൗമാരക്കാരൻ സ്വന്തം പേരിലാക്കി. 2005-ൽ വെറും 12 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി റെക്കോർഡിട്ടിരുന്ന ശ്രീലങ്കയുടെ മുൻ താരം കൗശല്യ വീരരത്നയുടെ 21 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് വൈഭവ് തന്റെ തകർപ്പൻ ബാറ്റിംഗിലൂടെ തിരുത്തിക്കുറിച്ചത്. ലങ്കൻ മണ്ണിൽ വെച്ചു തന്നെ അവരുടെ ഒരു മുൻ താരത്തിന്റെ റെക്കോർഡ് തകർത്തു എന്നത് ഈ നേട്ടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു. ഒരു T20 മത്സരത്തിൽ പോലും കാണാൻ സാധ്യതയില്ലാത്ത 324.14 എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു വൈഭവ് റൺസ് അടിച്ചുകൂട്ടിയത്. നേരിട്ട് 29 പന്തിൽ നിന്നും 18 പന്തുകളും അതിർത്തി കടന്നുപോയെന്നതിൽ നിന്ന് തന്നെ ലങ്കൻ ബൗളർമാർ അനുഭവിച്ച സമ്മർദ്ദം വ്യക്തമാകും. ടൂർണമെന്റിലുടനീളം ലീഗ് മത്സരങ്ങളിൽ വലിയ സ്കോറുകൾ കണ്ടെത്താൻ വൈഭവ് ബുദ്ധിമുട്ടിയിരുന്നുവെങ്കിലും സമ്മർദ്ദമേറിയ കലാശ പോരാട്ടത്തിൽ തന്നെ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കാൻ ബീഹാർ സ്വദേശിയായ ഈ യുവതാരത്തിന് കഴിഞ്ഞു. ഇന്ത്യ എ, ശ്രീലങ്ക എ, അഫ്ഗാനിസ്ഥാൻ എ എന്നീ 3 ശക്തരായ ടീമുകൾ മാറ്റുരച്ച ത്രിരാഷ്ട്ര പരമ്പരയിലെ ഏറ്റവും ആവേശകരമായ മത്സരമായിരുന്നു ഫൈനൽ. വൈഭവ് നൽകിയ അവിശ്വസനീയ തുടക്കത്തിന്റെ ബലത്തിൽ ഇന്ത്യ നിശ്ചിത ഓവറുകളിൽ 377 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത്. വൈഭവിന് പുറമെ ഇന്ത്യൻ നായകൻ തിലക് വർമ്മയും മികച്ച ബാറ്റിംഗ് പുറത്തെടുക്കുകയും ഉത്തരവാദിത്തത്തോടെ അർദ്ധ സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. 378 റൺസ് എന്ന ഹിമാലയൻ ലക്ഷ്യം പിന്തുടർന്ന് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്കൻ ടീമിന് തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബൗളർമാർ കടുത്ത വെല്ലുവിളി ഉയർത്തി. ലങ്കൻ ബാറ്റിംഗ് നിര പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യൻ ബൗളിംഗ് കരുത്തിന് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. 47 ഓവറിൽ 311 റൺസിന് ശ്രീലങ്കയിലെ എല്ലാ ബാറ്റ്സ്മാൻമാരും പുറത്താവുകയായിരുന്നു. ഇന്ത്യക്കായി മികച്ച രീതിയിൽ പന്തെറിഞ്ഞ അശോക് ശർമ്മ 2 നിർണായക വിക്കറ്റുകൾ വീഴ്ത്തി. വൈഭവ് സൂര്യവംശിയുടെ ഈ പ്രകടനം കേവലം ഒരു ആഭ്യന്തര പരമ്പരയിലെ റെക്കോർഡ് മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരുത്തുറ്റ ബെഞ്ച് സ്ട്രെങ്ത്തിന്റെയും യുവപ്രതിഭകളുടെയും ആഴം വ്യക്തമാക്കുന്നതാണ്. 15-ാം വയസ്സിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് അക്തറെ പോലെയുള്ള ഇതിഹാസങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ വൈഭവിന് കഴിഞ്ഞു എന്നതും ചെറിയ കാര്യമല്ല. ഈ കൗമാരതാരം വരും നാളുകളിൽ ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് നടന്നു കയറുമെന്നും ലോക ക്രിക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കായിക നിരീക്ഷകർ വിലയിരുത്തുന്നത്.